Hey, this is your Aaron. Today, എൻ്റെ പുതിയ ക്യാമറയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. സോണി EZV-2 EZV-10 Mark II. അപ്പോൾ ഈ ക്യാമറയിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള മുന്നേ ഞാൻ മേടിച്ചിട്ടുള്ളൊരു മൈക്കുണ്ട്. പിന്നെ എനിക്കിപ്പോൾ നമ്മുടെ ഹോളി ലാൻഡിൻ്റെ കുറച്ച് മൈക്കും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. DJ ഇനി ഒരെണ്ണം മേടിക്കണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കുറച്ച് സ്റ്റുഡിയോ സെറ്റപ്പ്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറും ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ എഡിറ്റിങ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മെയിനായിട്ട് ഈ മൈക്കായിരുന്നു ഞാൻ എൻ്റെ മെയിൻ സെറ്റപ്പായിട്ട് യൂസ് ചെയ്തിരുന്നത്. നോർമലി ഓസ്മോയിലും പലതിലും ലോങ് ട്രിപ്സ് എല്ലാം പോകുമ്പോൾ വീഡിയോസ് എടുക്കും. അതിന് ബാക്ക്ഗ്രൗണ്ട് ഈ മൈക്ക് വെച്ചിട്ടാണ് ഞാൻ വോയിസ് എല്ലാം ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ വന്നിട്ട് റീസെൻ്റ്ലി ഹോളി ലാൻഡിൻ്റെ മൈക്ക് എടുത്തപ്പോൾ ഡയറക്റ്റ് ഫോൺ വഴി കൂടുതൽ എഡിറ്റിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ വഴി ഇനിയിപ്പോൾ ക്യാമറ എടുത്തപ്പോൾ ഇനി വീണ്ടും കമ്പ്യൂട്ടർ വഴി തന്നെ കുറച്ച് നല്ല രീതിയിൽ എഡിറ്റ്സൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് സ്റ്റുഡിയോ സെറ്റപ്പ്. അപ്പോൾ സ്റ്റുഡിയോ സെറ്റപ്പിന് വേണ്ടി ഇപ്പോൾ ചിലവാക്കിയിട്ടുള്ള എമൗണ്ട് വലിയൊരു എമൗണ്ടാണ്. അതുപോലെ മലയാളി എന്ന പ്രതീക്ഷ നമുക്കൊരു വീടിനകത്തൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഷൂട്ട് എടുക്കുമ്പോൾ പറ്റിയൊരു ക്യാമറ തന്നെയാണ് നമ്മുടെ സോണി. ഇതിൽ നമുക്ക് അതിൻ്റെ കിറ്റ് ലെൻസ് വെച്ചാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. കിറ്റ് ലെൻസ് വെച്ച് അത്യാവശ്യം അടിപൊളി നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ലൈറ്റിംഗ് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള റിംഗ് ലൈറ്റാണ്. റിംഗ് ലൈറ്റ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ള. എൻ്റെ ഒരു 3-4 റിംഗ് ലൈറ്റ്സ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മേടിച്ചിട്ട് ഞാൻ തന്നെ ചീത്തയാകുമ്പോൾ ശരിയാക്കി എടുത്ത് വീണ്ടും പുതിയത് മേടിച്ച് അങ്ങനെ ഏകദേശം ഒരു 4 റിംഗ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഈ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് മേടിച്ചിട്ടുള്ളൊരു ക്യാമറയാണ് ഇത് എൻ്റെ കയ്യിലുള്ള. അപ്പോൾ ഈ ക്യാമറയുടെ പേര് വന്നിട്ട് നമ്മുടെ DJയുടെ പോക്കറ്റാണ്. പോക്കറ്റ് ക്യാമറയാണ്. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച ആക്ഷൻ ക്യാമറയാണ്. അതിനുശേഷം ഞാൻ GoPro 11 Pro എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇപ്പോൾ മോട്ടറോള Edge 60 Pro ഉണ്ട്. ഇതിലൊക്കെയാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. പിന്നെ Canon 200D ഉണ്ട്, Mark II. അപ്പോൾ ഇത്രയും ക്യാമറേസാണ്. Mark II അല്ല, Canon 200D. അത് Mark II ആണെന്ന് തോന്നിയ. അപ്പോൾ അതിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ വേറെ കാര്യങ്ങൾ പറയണം. എൻ്റെ കയ്യിലുള്ള Canon 200D Mark II ഞാനിപ്പോൾ സെയിലിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് അത് മേടിക്കണമെന്നുള്ളത് ജസ്റ്റ് മേടിക്കാം. അപ്പോൾ Canonൻ്റെ ആ ക്യാമറ നമ്മളെ കയ്യിൽ സെയിലിന് എത്തിയിട്ടുണ്ട്. അതുപോലെ Canonൻ്റെ മാത്രമല്ല, അതിൻ്റെ കിറ്റ് ലെൻസും ഉണ്ട് വിത്ത് 50mm 1.8 നമ്മൾ സൂം ചെയ്യാൻ പറ്റുന്ന ഓട്ടോ സൂമിങ് പവർ സൂമിങ് ലെൻസും എൻ്റെ കയ്യിലുണ്ട്. ഓട്ടോ സൂമിങ് ആണ്, നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ആയിരിക്കും. റീൽസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ക്യാമറയാണ്. ഞാൻ അതിലാണ് എൻ്റെ റീൽസൊക്കെ എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതിലോട്ട് മാറാനുള്ള കാര്യം കുറച്ചുകൂടെ നല്ല രീതിയിൽ എനിക്ക് വ്ളോഗിങ് തന്നെ ഇതിലേക്ക് ചെറിയ രീതിയിൽ എടുക്കണം, ദൂരോട്ട് പോകുമ്പോൾ നല്ല കണ്ടൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് എടുത്തത്. ഇനി എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഇതൊരു ഫസ്റ്റ് വീഡിയോ പോലെ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ സെൽഫി സ്റ്റിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മേടിച്ച് ഏകദേശം ഒരു 3 ലക്ഷത്തിന് പുറത്ത് ആയിട്ടുണ്ട് എനിക്ക് ആക്സസറീസ് മേടിക്കാൻ വേണ്ടി തന്നെ. കമ്പ്യൂട്ടറും ഇതും ഇടയ്ക്ക് ഇതിനു വേണ്ടി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഏകദേശം 3 ലക്ഷം അല്ല, ഒരു 4 to 5 ലക്ഷം അടുപ്പിച്ച് ഏകദേശം ആയിട്ടുണ്ട് ടോട്ടൽ എക്സ്പെൻസ് കണ്ടന്റ് ക്രിയേഷന്. എനിക്ക് യൂട്യൂബിൽ നിന്ന് ടോട്ടൽ കിട്ടിയിട്ടുള്ള റവന്യൂ നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള റവന്യൂ ഏകദേശം ഒരു 4 lakhs അടുപ്പിച്ചേ ഉള്ളൂ. അതിനേക്കാളും ഞാൻ ചിലവാക്കി. ബട്ട് എനിക്ക് ഇതിൽ നിന്ന് പ്രൊമോഷൻസ് പിന്നെ പ്ലാൻ സെയിൽ ഇതെല്ലാത്തിൽ നിന്നും നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. സോ നല്ലൊരു എമൗണ്ട് കിട്ടി. അപ്പോൾ ആ കിട്ടിയ എമൗണ്ടിൽ ചെയ്യുന്നു. ഇപ്പോഴും അത്യാവശ്യം സെയിൽസ് നല്ല രീതിയിലുണ്ട്. യൂട്യൂബ് റവന്യൂ വളരെ കുറവാണ്. ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുവരണം. യൂട്യൂബ് റവന്യൂ എനിക്കിപ്പോൾ 8,000 9,000 അങ്ങനെയൊക്കെ പെർ മന്ത് കിട്ടുന്നുള്ളൂ. ചില സമയത്ത് പെർ മന്ത് ഇല്ലാത്ത മാസങ്ങളുണ്ടായിരുന്നു. കുറേ ദിവസം കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് കിടന്നു. ഇപ്പോൾ വീണ്ടും ഞാനതിന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. വീണ്ടും സെറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതിലേറ്റവും ആവശ്യം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒത്തിരി കണ്ടൻസ് ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ലൈവ് സ്ട്രീമിംഗ് നമുക്ക് യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. അതൊന്നും എനിക്ക് അറിയില്ല ഇനി എങ്ങനെ സെറ്റ് ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ അതൊക്കെ ഇനി പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇത് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഇത് വെച്ച് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞാൻ മെയിനായിട്ട് ഈ ക്യാമറ ഫോക്കസ് ചെയ്ത് മേടിച്ചത്. അപ്പോൾ ലൈവ് സ്ട്രീമിങ്സ് ഒത്തിരി ചെയ്യണം, പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നിന് ഇവിടെ ഇരുന്നിട്ട് ഇനി ഇന്നത്തെ സെയിലിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ആഴ്ചത്തോളം നമുക്ക് അത്യാവശ്യം സെയിലുള്ളപ്പോൾ ആ പ്ലാൻസിന് വേണ്ടി നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. മീൻസ് അഡ്രസ്സൊക്കെ പ്രിൻ്റ്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. മീൻസ് എനിക്കിനി ഒത്തിരി യാത്രകൾ ചെയ്യണം. അപ്പോൾ അതിലൊക്കെ നല്ല കണ്ടൻറ്റായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കാൻ വേണ്ടിയാണ് നല്ല രീതിയിലുള്ള വീഡിയോസ് എടുക്കുക. പിന്നെ ആക്ഷൻ വീഡിയോസ് നടക്കുമ്പോൾ ട്രാവലിംഗ് വ്ളോഗ്സ് എല്ലാം മെയിനായിട്ട് ഇതിൽ പറ്റുന്നത് ചെയ്യും. കൂടുതൽ ഇതിൽ ചെയ്യില്ല. ഞാൻ GoPro 11 ഫോണിലും ഒക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ നല്ല കുറേ ഷോർട്സും നല്ല ഫോട്ടോസൊക്കെ എടുക്കാനാണ് മെയിനായിട്ട് ഇവനെ എൻ്റെ ഇതിൽ കൊണ്ടുവന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു സൈസ് കുഞ്ഞ സൈസും പിന്നെ കുറേ കാര്യങ്ങൾ വ്യത്യാസമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണ് ഞാൻ എടുത്തത്. അതൊക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞ് വ്ളോഗിങ് സെറ്റപ്പിൽ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ചിലവാക്കിയ എമൗണ്ടും പറഞ്ഞു. പിന്നെ കുറച്ച് ലെൻസുകൾ, പിന്നെ ചപ്പച്ചവർ, പിന്നെ ഇതിന് ഏറ്റവും വരുന്ന ചിലവുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൊരു ക്യാമറ വാങ്ങുമ്പോൾ അതിനകത്ത് വരുന്ന ബാറ്ററി വീണ്ടും വാങ്ങേണ്ടി വരും, ചിലപ്പോൾ ലെൻസസ്, പിന്നെ അത് പോയിട്ട് മെമ്മറി കാർഡ്സ് ഞാൻ ഏകദേശം ഒരു 25,000-30,000 രൂപയ്ക്ക് അടുപ്പിച്ച് മെമ്മറി കാർഡ്സ് മേടിച്ചു. കുറേ മെമ്മറി കാർഡ് മേടിച്ചു. 4,000 ചിലപ്പോൾ വാങ്ങുമ്പോൾ 5,000, 6,000, 10,000. പിന്നെ മൈക്കുകൾ, കുറേ മൈക്ക് മേടിച്ചു. ആദ്യം വാങ്ങിച്ചൊരു കോളർ മൈക്കായിരുന്നു, അതെൻ്റെ ഇപ്പോഴും ഇല്ലെന്ന് തോന്നുന്നു ആ ഒരു കോളർ മൈക്ക്. അതിന് ശേഷം മേടിച്ച മൈക്കാണ് ഹോളി ലാൻഡിൻ്റെ മൈക്ക്. അതിന് ശേഷം മേടിച്ച മൈക്ക് മേടിക്കാൻ വേണ്ടി പോകുന്നു ഈ ക്യാമറയ്ക്ക് വേണ്ടി. അല്ല, ഇതൊരെണ്ണം മേടിച്ചു. ഇത് മേടിച്ചിട്ടാണ് ഹോളി ലാൻഡിൽ മേടിച്ചത്. അതിനുശേഷം ഞാൻ അടുത്ത് വേറെ എണ്ണം മേടിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞൻ സ്റ്റുഡിയോ സെറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ദിസ് ഈസ് അരുൺ. അപ്പോൾ ഇത് ഈ സോണി ക്യാമറയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനുള്ളവർ ചോദിക്കുക. അത്യാവശ്യം കുഴപ്പമില്ല, ഉപയോഗിച്ച് തുടങ്ങിയതേ ഉള്ളൂ, കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല. താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്റ്റുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലാൻസൊക്കെ ഞങ്ങളെ മേടിക്കാൻ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈനിങ്